നമസ്കാരം. ഞാൻ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ അടുത്തുള്ള സൗത്ത് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ 40 ഡിഗ്രി ചൂടിൽ അതിനെ അതിജീവിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഒരു കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തൊരാൾ നിൽക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ 100% ബ്ലൈൻഡ് ആണ് അല്ലേ ചേട്ടാ? 100% ബ്ലൈൻഡ് ആണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പൊ ഇവിടെ എവിടെ വീട്? എന്റെ വീട് പെരിയപ്പുറം അടുത്താണ്. പെരിയപ്പുറം എന്ന് പറയുമ്പോ നമ്മുടെ ഓണപ്പൂർ അതിന്റെ തെക്കേ സൈഡാണ്. അപ്പൊ ഇവിടെ ഇത്രയും വർഷമായിട്ടുണ്ട്. അപ്പൊ ആരാണ് ഇവിടെ കൊണ്ടുവന്നാക്കുന്നത്? ഇത് 2015 ഒരു കാർ ആക്സിഡന്റ്. 2015 ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി. 4 ടിക്കറ്റ് ചേട്ടാ, 4 ടിക്കറ്റ് കൊടുക്കാം. തിരുവാണൂര് വെച്ച് ഞാൻ മേടിച്ചാ പൈസ എണ്ണ വയ്ക്കാം. അല്ല അതല്ല, ബാക്കി നമ്മള് കൊടുക്കേണ്ട. ബാക്കിയുണ്ടോ ചേട്ടാ? അതിന് കൃത്യ പൈസ ആണോ? 10 രൂപ ബാക്കിയുണ്ട്. അല്ല അല്ല, ഇടയ്ക്ക് നമ്മുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വരാറുണ്ട്. 10 രൂപയുടെ ബാക്കി. അപ്പൊ ചേട്ടൻ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിലവില് ഇതുപോലെ ആളുകൾ വന്നു പോകുമ്പോ ഇപ്പൊ ചേട്ടൻ ടിക്കറ്റ് മൊത്തമായിട്ടാ കൊടുത്തത്, 4 ടിക്കറ്റ് അല്ല കൊടുത്തത്. അപ്പൊ ആളുകൾ പറ്റിച്ചിട്ട് പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും? പറ്റിച്ചിട്ട് ഞാൻ ഒരാള് നമ്മള് സംശയിക്കുന്ന ഒരാളല്ല. ഈ ലോകത്ത് സംശയിക്കാണ്ട് തരവില്ല, എല്ലാരും സംശയിച്ചോളാം. ഈ ലോകം വളരെ ഒരു ദുഷ്ടത നിറഞ്ഞ ലോകമാണ്, നല്ല ബോധം എനിക്കുണ്ട്. അപ്പൊ ഈ നമ്മളിപ്പോ എന്റെ അടുത്ത് ഒരാൾ വരുമ്പോ അദ്ദേഹത്തെ സംശയിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ കുറച്ച് കാണിക്കുക. അല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം ഞാൻ പറയുകയാണെങ്കിൽ നമ്മള് സംശയത്തോടെ തന്നെ കാണണം. കാരണം ഇപ്പൊ ചേട്ടൻ ഒരു കണ്ണ് കാണാൻ വയ്യാത്ത ഒരാളാണ്, 2 കണ്ണ് ചേട്ടൻ കണ്ടുകൂടാ, വേറെ ആരും സഹായിക്കാനില്ല. ചേട്ടന്റെ കാര്യം ചേട്ടൻ തന്നെ നോക്കണം. അപ്പോൾ ഈ ടിക്കറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആര് സപ്പോർട്ട് ചെയ്യും? സപ്പോർട്ട് ചെയ്യുന്ന പൊതുവെ ആളുകളൊക്കെ പറയും, പക്ഷെ അതൊക്കെ വളരെ കുറവായിരിക്കും. ശരിയല്ലേ? അതല്ലേ ഞാൻ പറയുന്നത്? ജീവിതമാണ്. ചേട്ടൻ പറഞ്ഞ ചേട്ടന്റെ ഹൃദയമാണ്, ശുദ്ധമായ ഒരു മനസ്സ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലത് തന്നെ. ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം ഇങ്ങനെ നിന്നാല് എല്ലാ ടിക്കറ്റും വിറ്റ് പോവോ? ചിലപ്പോ ബാലൻസ് വരും. അല്ലേ? ബാലൻസ് വന്നാൽ അത് നമ്മള് പണിക്കൂലി പോകും. വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് ഞങ്ങള് 4 പേരാണ്. ഭാര്യ, 2 പെൺകുട്ടികൾ. മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അവര് ഒരാള് ഈ കൂത്താട്ടുകുളത്ത്, മൂത്തവള് മൈക്രോ ഫിനാൻസിൽ വർക്ക് ചെയ്യാണ്. ഒരാള് നമ്മുടെ അത്താണിയില്ലേ, അങ്കമാലി അത്താണി, അതില് അപ്പൻഡിക്സ് ആയിട്ട് കയറിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ആരെ കൊണ്ടുവന്നു രാവിലെ? ഞാൻ ഒറ്റയ്ക്ക്. അപ്പൊ ഇവിടെ ബസ് ഇറക്കി വിടുവോ? ഇവിടെ അവിടെ മണ്ണത്തൂര് വരെ പറഞ്ഞ സ്റ്റോപ്പുണ്ട്. ഇത് എത്ര നാളായിട്ട് ബ്ലൈൻഡ് ആണ്? കണ്ടോർമ്മയില്ല, 3.5 വയസ്സിൽ പോയില്ലേ? ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ നമ്മളിപ്പോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോ നിങ്ങളുടെ ഒക്കെ പെൻഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ ഞങ്ങളുടെ കാര്യങ്ങള്? ഇത് സത്യം പറഞ്ഞാല് ഒരു വശത്ത് നമ്മള് ഭരണാധികാരികള്, ഭിന്നശേഷിക്കാര് അല്ലെങ്കിൽ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് എല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ള വലിയ പ്രചരണങ്ങളും പ്രസംഗങ്ങളും നടത്തുന്നു. ഇത് നീതിയുടെ മുമ്പില് തെറ്റാണ്. അത് സംഭവിക്കുന്നില്ല. ഞങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്ത ആനുകൂല്യങ്ങള് ഇതുപോലും ഒരു തരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ലോട്ടറിയുടെ പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടിക്കറ്റ് വിൽക്കുമ്പോ അതിന്റെ 1% അപ്പൊ തന്നെ ക്ഷേമനിധി ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് പോകും. അപ്പൊ ഇത് ഓൾറെഡി യാതൊരു കാരണവശാലും ഇത് ഈ പെൻഷൻ മുടക്കേണ്ട കാര്യമില്ല. ഇപ്പൊ 6 മാസത്തെ പെൻഷൻ ഉണ്ട്. ഈ 6 മാസം എന്ന് പറഞ്ഞാൽ ഇത് കുടിശ്ശികയാക്കി നിഷേധിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവര് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, നമ്മുടെ ഭരണാധികാരികൾ. ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ സത്യം അതല്ല. ഈ ലോട്ടറി വിറ്റ് നടക്കുന്ന ആളുകള് ഇപ്പൊ ഈ ടിക്കറ്റിന്റെ പ്രൈസ് ഇവര് വെട്ടിക്കുറച്ചു, കണ്ടമാനം പ്രൈസ് വെട്ടിക്കുറച്ചു. ഇപ്പൊ അവര് പലരും കണ്ണു കാണാത്തൊരു യാചകരായി പോയി. ജീവിക്കാൻ കഴിയും. കണ്ണ് കാണാൻ വയ്യാത്ത ആളുകൾ ഇപ്പോ യാചകരായിട്ട് ജീവിക്കുകയാണ് അല്ലേ? അതെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നല്ലൊരു ശതമാനം ആളുകളും കണ്ണ് കാണാൻ വയ്യാത്ത ആളുകള് യാചകരായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട്
ഇത് കാണുന്ന മുഴുവൻ പ്രേക്ഷകർ ഇത് മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇവരുടെ ഒരു വലിയ സങ്കടമുണ്ട്. ഈ ചേട്ടൻ 100% ബ്ലൈൻഡ് ആയിട്ടൊരു വ്യക്തിയാണ്. ഇദ്ദേഹം സംസാരിക്കുന്നത് ഇദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, ഈ കേരളത്തിലുള്ള മുഴുവൻ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്കും വേണ്ടിയിട്ടാണ്. കാരണം ഇവരുടെ ഇത്രയും സങ്കടകരമായിട്ടൊരു അവസ്ഥ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ചില്ലെങ്കിൽ, സർക്കാർ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ, ഇവരൊക്കെ വലിയൊരു കഷ്ടതയിലേക്ക് നീങ്ങും. ഇവർ ആരോട് പറയും? നിങ്ങൾ നോക്കിയേ, ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു എന്തൊരു ചൂടാണെന്നറിയാമോ? ഇപ്പൊ സമയം ഏകദേശം 1 മണി ടൈമിലേക്ക് എത്തുക. അപ്പൊ ഇത്രയും ചൂടത്ത് നിന്ന് ഈ ചേട്ടൻ ഇനി പണിയെടുക്കുമ്പോൾ ഇവരുടെ കഷ്ടപ്പാടും കണ്ണുനീരും എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൊടുക്കുന്നുണ്ട്, കിട്ടുന്നുണ്ടെന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും ഇതുപോലെയുള്ള പാവങ്ങളുടെ മാനസികമായിട്ടുള്ള അവിടെ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ മാനസിക പരിഗണനയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, മനുഷ്യത്വമാണ് ഇല്ലാണ്ടായി പോകുന്നത്, അല്ലേ ചേട്ടാ? അപ്പോൾ ഈ എപ്പിസോഡ് കാണുമ്പോഴേക്കും സുലാൻ